നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഗാസയിലും റഫയിലും ഹമാസിൻ്റെ അന്ത്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ഹമാസിൻ്റെ അവസാന ഭീകരനെയും ഉന്മൂലനം ചെയ്യാനുള്ള വമ്പൻ ആക്രമണമാണ് ഗാസയിലുടനീളം ഇസ്രായേലി സേന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമാനതകളില്ലാത്ത ആക്രമണം. മണിക്കൂറുകളുടെ ഇടവേളകളിൽ വ്യോമാക്രമണവും റോക്കറ്റ് ആക്രമണവും ബോംബ് വർഷവും ഗാസയിലും റഫയിലും ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നു. റഫയുടെ 95% പ്രദേശത്തെയും ഇസ്രായേൽ കൈപ്പിടിയിൽ ഒതുക്കുമ്പോൾ വീണ്ടും മധ്യസ്ഥ ചർച്ചകൾ സജീവമാവുകയാണ്. വെടിനിർത്തൽ ചർച്ചകൾക്ക് വേണ്ടി കേഴുകയാണ് ഹമാസ്. ആളെണ്ണം കുറഞ്ഞ് മരണഭീതിയിൽ നിലവിളിക്കുന്ന ഹമാസിനെയാണ് പശ്ചിമേഷ്യയിൽ കാണാനാകുന്നത്. എങ്ങനെയും വെടിനിർത്തൽ നടപ്പാക്കണമെന്ന് ഇസ്രായേലിനോട് താണുകേണ് അപേക്ഷിക്കുന്ന ഹമാസ്. ആ ഹമാസിൻ്റെ അപേക്ഷ തള്ളിക്കളയാതെ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ഇസ്രായേലും വ്യക്തമാക്കുകയാണ്. ദോഹയിൽ ഒരു വട്ടം കൂടി വെടിനിർത്തൽ ചർച്ചകൾക്ക് സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നു. അടുത്ത ദിവസം തന്നെ ഇസ്രായേൽ അവരുടെ പ്രതിനിധി സംഘത്തെ ദോഹയിലേക്ക് അയക്കുമെന്നുള്ള വിവരങ്ങളാണിപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. മൊസാദിൻ്റെ മേധാവിയായിരിക്കും പ്രതിനിധി സംഘത്തെ നയിക്കുക എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരികയാണ്. ഒക്ടോബർ 7 യുദ്ധം ആരംഭിച്ച ശേഷം 9 മാസത്തോളമാകുന്നു തുടർച്ചയായ യുദ്ധം. ഇതിനിടയിൽ ഒരു തവണ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിരുന്നു. 7 ദിവസമാണ് വെടിനിർത്തൽ പ്രാബല്യത്തിലുണ്ടായിരുന്നത്. അതിനുശേഷം ഏകപക്ഷീയമായി വെടിനിർത്തൽ കരാർ ലംഘിച്ചത് ഹമാസ് തന്നെയാണ്. അതിനുശേഷം 2 വട്ടം വെടിനിർത്തൽ ചർച്ചകൾ സംബന്ധിച്ച അതിനുശേഷം 2 തവണ വെടിനിർത്തൽ സംബന്ധിച്ച് നീണ്ട ചർച്ചകൾ നടന്നു. എന്നാൽ ഒരു തീരുമാനവും എത്തിയില്ല. ഇത് 3-ാം തവണയാണ്. ഖത്തറിൻ്റെ മധ്യസ്ഥതയിൽ ഈജിപ്തും അമേരിക്ക അടക്കമുള്ളവർ ഇടനിലക്കാരായിക്കൊണ്ട് ചർച്ചകൾ പുനരാരംഭിക്കുന്നത്. ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിലാണ് ചർച്ച എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ദോഹയാണ് ഹമാസിൻ്റെ രാഷ്ട്രീയ നേതാക്കളുടെ അഭയസ്ഥാനം. ഹമാസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി പ്രവർത്തിക്കുന്നത് പോലും ദോഹയിലാണ്. ഖത്തറാണ് ഹമാസിൻ്റെ തീവ്രവാദ നേതാക്കൾക്ക് അഭയം നൽകിയിരിക്കുന്ന രാജ്യം. അപ്പോൾ ഹമാസിനെതിരെയുള്ള ആക്രമണം അപ്പോൾ ഹമാസിൻ്റെ നിലനിൽപ്പ് തന്നെ ഇരിക്കുന്നത് ഖത്തറിനെയും ദോഹയെയും അടിസ്ഥാനമാക്കിയാണ്. യുദ്ധം നടക്കുന്നത് ഇങ്ങ് ഗാസയിലാണെങ്കിൽ കൂടി ഹമാസിൻ്റെ തലച്ചോറുകൾ ഇരിക്കുന്നത് ദോഹയിലാണ്. യുദ്ധത്തിന് മുൻപ് തന്നെ യഹിയ സിൻവാർ അടക്കം ഇസ്മായിൽ ഹനി അടക്കമുള്ള നേതാക്കന്മാർ ഗാസയിൽ നിന്ന് രക്ഷപ്പെട്ട് ദോഹയിലെത്തി എന്നുള്ളത് മൊസാദ് അടക്കമുള്ള രഹസ്യാന്വേഷണ ഏജൻസിയിൽ കണ്ടെത്തിയതാണ്. ഇസ്മായിൽ ഹനിയ ഇപ്പോഴുമുള്ളത് ദോഹയിലാണ്. ഇസ്മായിൽ ഹനിയയ്ക്ക് പൂർണ്ണമായ അഭയം ഖത്തർ എന്ന രാജ്യം നൽകിയിരിക്കുന്നു. നേരത്തെ യുദ്ധത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഖത്തറിലേക്ക് പറന്നിറങ്ങി ഹമാസിൻ്റെ നേതാക്കന്മാരെ വധിക്കാനായി മൊസാദ് തയ്യാറെടുത്തതാണ്. മൊസാദിൻ്റെ ചാര പോലീസ് ഖത്തറിലെത്തിയതുമാണ്. എന്നാൽ ഖത്തറിൻ്റെ ഒരു അപേക്ഷ അപ്പോഴുണ്ടായിരുന്നു. ഞങ്ങളുടെ രാജ്യത്ത് കടന്നു കയറി ഹമാസിൻ്റെ നേതാക്കന്മാരെ വധിക്കരുത്, അത് ഞങ്ങളുടെ വിശ്വാസ്യതയെ തകർക്കും. ഞങ്ങൾ വഞ്ചകരാണെന്ന് ഹമാസും അറബ് രാജ്യങ്ങളും പറയും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളുടെ രാജ്യം അഭയം നൽകിയ ഹമാസ് ഭീകരവാദികളെ ഇവിടെ വച്ച് കൊല്ലരുത് എന്ന് അന്ന് ഖത്തർ ഇസ്രായേലിനോട് അപേക്ഷിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഹമാസിൻ്റെ നേതാക്കൾക്കെതിരെയുള്ള നടപടികൾ ഇസ്രായേൽ മരവിപ്പിച്ച് വെച്ചത്. ഇപ്പോഴിതാ വീണ്ടും ഒരിക്കൽ കൂടി വെടിനിർത്തൽ ചർച്ചകൾക്ക് സമ്മതം മൂളിയിരിക്കുന്നു ഇസ്രായേൽ എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇസ്രായേൽ പ്രതിനിധി സംഘത്തെ അയക്കാമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. കഴിഞ്ഞ 2 തവണയും വെടിനിർത്തൽ ചർച്ചകൾ പാളിപ്പോയത് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ പിടിവാശി മൂലമാണ്. 120 ബന്ദികൾ ഇപ്പോഴും ഹമാസിൻ്റെ പക്കലുണ്ടെന്നാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തുള്ള കണക്ക്. ആ 120 ബന്ദികളെയും വിട്ടയക്കാൻ തയ്യാറാണെന്ന് ഹമാസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. ഞങ്ങളെ കൊല്ലരുത്, ഞങ്ങളുടെ അവശേഷിക്കുന്ന പോരാളികളെ കാലപുരിക്ക് അയക്കരുത്, ഹമാസിനെതിരെയുള്ള അതിരൂക്ഷമായ ആക്രമണം നിർത്തണമെന്നുള്ളതാണ് ഹമാസിൻ്റെ ആവശ്യം. അതേസമയം പ്രതിനിധി സംഘത്തെ അയക്കാമെന്ന് സമ്മതിച്ചുവെങ്കിലും ഹമാസിനെതിരെ നടക്കുന്ന യുദ്ധത്തിൽ നിന്ന് 1 ഇഞ്ച് പിന്നോട്ട് പോകില്ലെന്ന് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നു. യുദ്ധത്തിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ടില്ല,
ഇപ്പോൾ തുടരുന്ന യുദ്ധം തുടരും. ഹമാസിൻ്റെ പൂർണ്ണമായ നാശം കണ്ട ശേഷം മാത്രമേ യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂ. ചർച്ചകൾ നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. അമേരിക്കയും ഖത്തറും ഈജിപ്തുമൊക്കെ ഇത്തരത്തിൽ സമ്മർദ്ദം ചെലുത്തുമ്പോൾ ഞങ്ങളായിട്ട് ചർച്ചകളിൽ നിന്ന് പിന്മാറുന്നില്ല. ചർച്ചകൾ നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളുടെ പ്രതിനിധികൾ ഖത്തറിലേക്ക്, ദോഹയിലേക്ക് എത്തും. പക്ഷേ യുദ്ധം ഒരു വഴിക്ക് നടക്കും, ചർച്ചകൾ മറുവഴിക്ക് നടക്കും. ഹമാസ് എന്ന ഭീകര സംഘടനയുടെ പൂർണ്ണമായ ഉന്മൂലനം കാണാതെ ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് ഇസ്രായേൽ വളരെ കൃത്യമായി വ്യക്തമാക്കുകയാണ്. അതിനപ്പുറം മറ്റൊരു നിലപാടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വെടിനിർത്തലിനായി നേരത്തെ നടത്തിയ 2 ചർച്ചകളും പരാജയമായിരുന്നു. ബന്ദികളുടെ മോചനമാണ് പ്രാഥമിക ലക്ഷ്യം. അതിനായി ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിലും യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഗാസയിലുള്ള ബന്ദികളെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഹമാസുമായി ചർച്ചയ്ക്ക് തയ്യാറായി ഇസ്രായേൽ എന്നുള്ള വിവരമാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്നും പ്രധാനമായി പുറത്തു വരുന്നത്. ഇതിനായി ദോഹയിലേക്ക്, ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തീരുമാനിച്ചിരിക്കുന്നു. US പ്രസിഡന്റ് ജോ ബൈഡനുമായി ടെലിഫോണിൽ നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി എത്തിച്ചേർന്നിരിക്കുന്നത്. വെടിനിർത്തിയാൽ 120 ബന്ദികളെയും വിട്ടയക്കാമെന്നാണ് ഹമാസിൻ്റെ ഏറ്റവും പുതിയ നിലപാട്. ഈ ബന്ദികളുടെ മോചനമാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്ന പ്രധാനപ്പെട്ട സംഭവം. അതുകൊണ്ട് തന്നെയാണ് ആ ബന്ദികളുടെ മോചനം ലക്ഷ്യമിട്ടുകൊണ്ട് ഇത്തരമൊരു ചർച്ചയ്ക്ക് ഇസ്രായേൽ പച്ചക്കൊടി വീശിയത്. അമേരിക്ക, ഖത്തർ, ഈജിപ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിലാണ് ചർച്ച. ദോഹയിലുള്ള ഹമാസിൻ്റെ രാഷ്ട്രീയകാര്യ തലവന്മാരായിരിക്കും ഹമാസിനെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുക്കുക. മൊസാദിൻ്റെ തലവനടക്കമുള്ള നേതാക്കളായിരിക്കും ഇസ്രായേലിനെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുക്കുക. നാളെ മുതൽ ചർച്ച ആരംഭിക്കുമെന്നാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതേസമയം ലെബനനിലെ ഹിസ്ബുള്ള തീവ്രവാദ സംഘവുമായി യുദ്ധത്തിനുള്ള സാഹചര്യം ഇസ്രായേൽ ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ലെബനനെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഇസ്രായേലി സേന ആരംഭിച്ചുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. റഫയിലും ഗാസയിലും ഹമാസിനെതിരെ യുദ്ധം നടത്തുന്ന സൈനികരിൽ വലിയൊരു വിഭാഗത്തെ പിൻവലിക്കുകയാണ് ഇസ്രായേൽ പ്രതിരോധ വകുപ്പ്. അതിനുശേഷം ഇവരോട് ലെബനൻ അതിർത്തിയിലേക്ക് പോകാനുള്ള നിർദ്ദേശമാണ് ഇസ്രായേൽ പ്രതിരോധ വകുപ്പ് നൽകിയതെന്നുള്ള വിവരങ്ങൾ അൽ ജസീറ അടക്കം പുറത്തുവിടുന്നുണ്ട്. ഏകദേശം 20,000-ഓളം സൈനികരെ ലെബനീസ് അതിർത്തിയിലേക്ക് വിന്യസിക്കാനാണ് ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. കനത്ത ആക്രമണം ലെബനനിലേക്ക് നടത്തുകയും ഹിസ്ബുള്ളയെ പൂർണ്ണമായി ഇല്ലാതാക്കുകയുമാണ് അടുത്ത ലക്ഷ്യമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ വ്യക്തമാക്കിയിരിക്കുന്നു. ഇതിനിടയിൽ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള ഭീകരർ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ ഒരു പ്രധാനപ്പെട്ട ഇസ്രായേൽ സൈനികൻ മരിച്ചതായുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. വ്യാഴാഴ്ച ഉണ്ടായ ആക്രമണത്തിൽ ഡെപ്യൂട്ടി കമ്പനി കമാൻഡറായ ഇറ്റായ് ഗേലിയാണ് കൊല്ലപ്പെട്ടത്. തെക്കു പടിഞ്ഞാറൻ ലെബനനിലെ ടയർ സിറ്റിയിൽ വെച്ച് ഹിസ്ബുൾ കമാൻഡർ മുഹമ്മദ് നമേഹ് നാസറിനെ ഇസ്രായേൽ സേന കൊലപ്പെടുത്തിയിരുന്നു. പ്രതികാരമായിട്ടാണ് ഏകദേശം 200-ഓളം റോക്കറ്റുകൾ ഹിസ്ബുള്ള ഇസ്രായേലിനുള്ളിലേക്ക് അയച്ചത്. ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണത്തിലാണ് ഇസ്രായേലിൻ്റെ സൈനികൻ ഇറ്റായ് ഗേലിയ കൊല്ലപ്പെട്ടതെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിന് തക്കതായ മറുപടി ഇസ്രായേലി സേന നൽകിയതായുള്ള വിവരങ്ങളും പുറത്തേക്ക് വരികയാണ്. ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിൽ അതിരൂക്ഷമായ റോക്കറ്റ് ആക്രമണമാണ് കഴിഞ്ഞ രാത്രികളിൽ ഇസ്രായേൽ സേന നടത്തിയത്. അതേസമയം ഇറാൻ്റെ പിന്തുണയോടുകൂടി, ഇറാൻ്റെ സൈനിക സഹായത്തോടുകൂടി ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരുക്കമാണെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കിയിരിക്കുന്നു. ആയിരക്കണക്കിന് റോക്കറ്റുകളാണ് ഇസ്രായേലിലേക്ക് അയക്കുന്നതിന് സജ്ജമാക്കി ഹിസ്ബുള്ള തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ വിവരങ്ങൾ അൽ ജസീറ അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇറാൻ്റെ ഡ്രോണുകളും ഇറാൻ്റെ മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേലിനെതിരെയുള്ള ആക്രമണം ഇപ്പോൾ ഹിസ്ബുള്ള ശക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഹിസ്ബുള്ളയെ പൂർണ്ണമായും തീർക്കാനുള്ള സൈനിക ശേഷിയുണ്ടെന്ന് ഇസ്രായേലും വ്യക്തമാക്കുന്നു. ഇസ്രായേൽ ലെബനൻ യുദ്ധത്തിൻ്റെ സാഹചര്യമാണിപ്പോൾ പശ്ചിമേഷ്യയിലുള്ളത്. ലോകരാജ്യങ്ങളുടെ വിലയിരുത്തൽ പ്രകാരം ഒരു യുദ്ധത്തിൻ്റെ വക്കീലാണ് ഹിസ്ബുള്ളയും ഇസ്രായേലും ഹമാസും ഗാസയിൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുന്നതിൽ പരാജയപ്പെട്ടാൽ അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഇസ്രായേലും ലെബനോനും ഹിസ്ബുള്ളയും തമ്മിലുള്ള വലിയ ഏറ്റുമുട്ടൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് US രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നത്. ലെബനോനിൽ നിന്ന് ഇസ്രായേലിലേക്ക് 200-ന് മുകളിൽ റോക്കറ്റുകൾ ഹിസ്ബുള്ള വിക്ഷേപിച്ചു. സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയായിരുന്നു ഹിസ്ബുള്ളയുടെ ആക്രമണം. ഹിസ്ബുള്ളയുടെ സീനിയർ കമാൻഡർ മുഹമ്മദ് നിമാഹ് നാസർ കൊല്ലപ്പെട്ടതിന് പ്രതികാരമായിട്ടാണ് ഹിസ്ബുള്ളയുടെ കനത്ത റോക്കറ്റ് ആക്രമണം ഉണ്ടായത്.